നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചിങ്ങപ്പുലരി പിറക്കുമ്പോൾ അത് നന്മയും സമൃദ്ധിയും നിറയുന്ന ഒരു വർഷമായിരിക്കണമെന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. കർക്കിടകം 32 അവസാനിക്കാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ അവസരത്തിൽ ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ചയാണ് ചിങ്ങം രാശി സംക്രമണം. ഓഗസ്റ്റ് 17 ചിങ്ങമാസത്തിന് തുടക്കമാകുന്നു. സൂര്യൻ അടുത്ത ഒരു മാസക്കാലം ചിങ്ങം രാശിയിലാണ് നിലകൊള്ളുന്നത്. ഈ ഒരു മാസക്കാലം നമ്മുടെ ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ പല മാറ്റങ്ങളും സംഭവിക്കുന്നു. 27 നക്ഷത്രക്കാരിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്തൊക്കെയാണ് ഇവർക്കായി കരുതി വച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അശ്വതി, ഭരണി, കാർത്തികകാൽ ഇവ ചേർന്ന മേടക്കൂറ്. മേടക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് ചിങ്ങമാസത്തിൽ ഗുണദോഷ ഫലങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. പലപ്പോഴും ശത്രുക്കൾ വർദ്ധിക്കുകയും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യുന്നു. പലപ്പോഴും പുതിയ നേട്ടങ്ങൾക്കുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കുകയില്ല. ജോലിയിൽ ചില അശ്രദ്ധകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാർത്തിക മുക്കാൽ, രോഹിണി, മകീരം ആദ്യ പകുതി ഇവ ചേർന്ന ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ ധാരാളം നേട്ടങ്ങൾ കാത്തിരിക്കുന്നു. പലപ്പോഴും സാമ്പത്തിക സ്ഥിതിയിൽ അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തും. അപകീർത്തിക്കുള്ള സാധ്യതയുള്ളതിനാൽ അല്പം കരുതിയിരിക്കണം. കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കാലം നിലനിൽക്കും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഇവ ചേർന്ന മിഥുനക്കൂറ്. മിഥുനക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് ശാരീരികമായ ചെറിയ അസ്വസ്ഥതകൾ വർദ്ധിക്കും. പലപ്പോഴും ജോലിയിൽ നേട്ടമുണ്ടാകും. മാത്രമല്ല, കുടുംബത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും അത് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങിക്കുന്നതിനും അതിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും കാരണമാകും. പുണർദം അവസാന പാദം, പൂയം, ആയില്യം ഇവ ചേർന്ന കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ അപ്രതീക്ഷിതമായ സ്ഥാനഭംഗം ഉണ്ടാകും. പലപ്പോഴും വസ്ത്രലാഭവും ധനലാഭവും തേടിയെത്തുന്നു. സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ എളുപ്പത്തിൽ ആകർഷിക്കുന്നതിനുള്ള സാധ്യത ഉണ്ട്. രോഗങ്ങൾ പല വിധത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ പോകുന്നത്. മകം, പൂരം, ഉത്രത്തിൽക്കാൽ ഇവ ചേർന്ന ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങൾ അല്പം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഏറ്റവും മികച്ച സമയമാണ്. വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങുവാൻ സാധിക്കും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. കൂടാതെ പല കോണിൽ നിന്നും പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ചെയ്യുന്ന ജോലിയിൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും. കന്നിക്കൂറ്. കന്നിക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനും അതിനുവേണ്ട അധ്വാനവും നിങ്ങൾക്ക് ഫലം നൽകും. മനസ്സുഖമുണ്ടാവുകയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുകയും ചെയ്യുന്നു. സ്ത്രീകൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഇവ ചേർന്ന തുലാക്കൂറ്. തുലാക്കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ജോലി സംബന്ധമായി വിദേശയാത്രകൾ നടത്തുവാനുള്ള സാധ്യതയുണ്ട്. ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടും. പലപ്പോഴും സന്താന സൗഭാഗ്യവും നിങ്ങൾക്കുണ്ടാകും. സ്ത്രീകൾക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളുണ്ടാകും. കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. വിശാഖം അവസാന കൽഭാഗം, അനിഴം, തൃക്കേട്ട ഇവ ചേർന്ന വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ അവർ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. പലപ്പോഴും വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവുന്നു. ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും
സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാൽ ഇവ ചേർന്ന ധനുക്കൂറ്. ധനുക്കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ അവരുടെ വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള യോഗമുണ്ടാകും. ബന്ധുക്കളുടെ കലഹങ്ങൾ ഒഴിവാക്കുന്നത് ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകൾ നേരിടുവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ അത്യാവശ്യമാണ്. മാനസികമായി നിങ്ങൾ ഈ സമയം ശക്തരായിരിക്കും. ഉത്രാടത്തിൽ മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഇവ ചേർന്ന മകരക്കൂറ്. മകരക്കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ അനുകൂലമായ പല നേട്ടങ്ങളും ഉണ്ടാകും. അവിവാഹിതരായവർക്ക് വിവാഹത്തിനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തികമായി സ്ഥിതി അല്പം മെച്ചപ്പെടും. ശാരീരിക വിഷമതകൾ, കാര്യതടസ്സം എന്നിവ വിടാതെ പിന്തുടരും. അവിട്ടം അവസാന പകുതി, ചതയം, പുരുരുട്ടാതി ആദ്യ മുക്കാൽ ഇവ ചേർന്ന കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും. ബന്ധുക്കളുടെ കാര്യത്തിൽ അനുകൂല മാറ്റങ്ങൾ സംഭവിക്കും. ജോലി സ്ഥലത്ത് അസ്ഥിരത കാരണം പലപ്പോഴും വിഷമഘട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കൾക്ക് ശക്തി വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. പുരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി ഇവ ചേർന്ന മീനക്കൂറ്. മീനക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് പലപ്പോഴും ജോലി സ്ഥലത്തുള്ള പ്രതിസന്ധികൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ചെറിയ അശ്രദ്ധ പോലും നിങ്ങളെ പ്രതിസന്ധിയിലാക്കും. ക്ഷീണവും അലച്ചിലും വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി പലപ്പോഴും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കും. നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ലഘുരൂപേണ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സമയം പോലെ കുറിച്ചെടുത്ത് എൻ്റെ നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരും വരെ നന്ദി, നമസ്കാരം.